ഹായ് ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഗാർഡൻ ടൂറാണ്. അപ്പോൾ ഗാർഡൻ ടൂറിനായിട്ട് പോകുന്നത് അധികം ദൂരത്തേക്കൊന്നുമല്ല, എൻ്റെ നെയ്ബറും അതുപോലെ ഫ്രണ്ടുമായ മുബഷിറ നൗഷാദിൻ്റെ വീട്ടിലേക്കാണ് കേട്ടോ ഞാൻ ഗാർഡൻ ടൂറിനായിട്ട് പോകുന്നത്. അപ്പോൾ അവിടെ ഒരുപാട് വെറൈറ്റീസ് ആയിട്ടുള്ള പ്ലാന്റ്സുകളുണ്ട്. അപ്പോൾ അതിൽ ഇൻഡോർ പ്ലാന്റ്സ് ആണ് കേട്ടോ ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അതിനു മുമ്പായി ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യാൻ മറക്കരുത്. എങ്കിൽ മാത്രമേ ഞാൻ പുതുതായി വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരികയുള്ളൂ. ഇൻഡോർ പ്ലാന്റ്സിനുള്ള ഒരു ബെസ്റ്റ് ചോയ്സാണ് കേട്ടോ അഗ്ലോണിമ. അപ്പോൾ അഗ്ലോണിമേൻ്റെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് ഇവിടെ, നമുക്കൊന്ന് കണ്ടു നോക്കാം. അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് സാൻസ്വേരിയയിലെ കുറച്ച് ഐറ്റംസാണ്. അപ്പോൾ ഇതും ഇൻഡോർ പ്ലാന്റ്സിൽ ബെസ്റ്റ് ചോയ്സ് തന്നെയാണ് കേട്ടോ. ഇതിന് നമ്മൾ പാമ്പ് ചെടി എന്നും പറയാറുണ്ട്. ഇനി കിച്ചണിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന മനോഹരമായ മറ്റൊരു ചെടി കാണാം. ഫിലോഡെൻഡ്രോൺ സെല്ലോയം എന്നാണ് കേട്ടോ ഇതിൻ്റെ പേര്. നല്ല ഭംഗിയുള്ള കട്ടിയുള്ള ലീഫാണ് കേട്ടോ ഇതിന്. കലേഡിയത്തിൻ്റെ മറ്റൊരു വെറൈറ്റീസാണ് കേട്ടത്. അടുത്തത് ഫിഷ്ബോൺ പ്രയർ പ്ലാൻ എന്നറിയപ്പെടുന്ന മനോഹരമായ മറ്റൊരു പ്ലാന്റാണ്. പിന്നെ തൊട്ടടുത്തുള്ളത് സ്റ്റെയിൻ പോത്തോസ് ആണ് കേട്ടോ. പിന്നെ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് നമ്മുടെ സ്പ്ലൈഡർ പ്ലാന്റ് ആണ്. ഇതൊരു കുഞ്ഞു പോട്ടിലാക്കി അതിമനോഹരമായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അടുത്ത് ലെഡബോറിയയുടെ ഒരു വെറൈറ്റീസ് ഉണ്ട്. പിന്നെ അതുപോലെ മോൺസ്റ്റെര അഡൻസോണി എന്നറിയപ്പെടുന്ന ഹോൾസ് ഉള്ള ഒരു ചെടിയും കൂടിയുണ്ട്. പിന്നെ സിങ്കോണിയം. ഇനി കുറച്ചുകൂടി വെറൈറ്റി ആയിട്ടുള്ള മറ്റൊരു ചെടിയാണ് ലാമിഫോലിയ. അപ്പോൾ ഇത്രയും ചെടികളാണ് കേട്ടോ ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നല്ല പ്രധാനപ്പെട്ട ചെടികൾ മാത്രം പേര് ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ടേബിളിൻ്റെ മുകളിൽ കുറച്ച് അക്വേറിയം, അതിലിറക്കി വെക്കുന്ന കുറച്ച് പ്ലാന്റ്സുമാണ് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ അക്വേറിയത്തിൽ നല്ല വെറൈറ്റി ആയിട്ടുള്ള ഫൈറ്റേഴ്സിനെയാണ് ഇട്ടിട്ടുള്ളത്. ഇതിൽ തന്നെ സിങ്കോണിയത്തിൻ്റെ അതുപോലെ മണി പ്ലാന്റിൻ്റെയും വെറൈറ്റികൾ ഇട്ടിട്ടുണ്ട്. ഈ ഒരു പോട്ടിൽ പീസ് ലില്ലിയാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. തൊട്ടപ്പുറത്ത് പീകോക്ക് പ്ലാന്റ്, പിന്നെ അഗ്ലോണിമയുടെ കുറച്ച് വെറൈറ്റീസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് പുൾമോനാരിയ എന്നറിയപ്പെടുന്ന അഗ്ലോണിമയുടെ ഒരു വെറൈറ്റീസാണ്. ഹാളിൻ്റെ ഒരു പോർഷനിൽ ഇതുപോലെ ഇങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് ആഫ്രിക്കൻ വയലറ്റിൽപ്പെട്ട കുറച്ച് ചെടികളാണ് കേട്ടോ. അപ്പോൾ ഇതിൽ തന്നെ പല നിറത്തിലുള്ള വെറൈറ്റീസുകളുണ്ട്. ഇതൊക്കെ ആഫ്രിക്കൻ വയലറ്റിൻ്റെ വെറൈറ്റീസുകളാണ്. അടുത്തതായിട്ട് ക്രിപ്റ്റാൻതസ് എന്നറിയപ്പെടുന്ന മറ്റൊരു ചെടിയാണ്. ഇതിൽ തന്നെ 2-3 വെറൈറ്റികളുണ്ട് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം വെള്ളമൊഴിച്ച് കൊടുത്താൽ മതി. ഇവിടുത്തെ ബെഡ്റൂമിലായിട്ട് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് മണി പ്ലാന്റ്, അതുപോലെ വെറൈറ്റി ആയിട്ടുള്ള ജാഡ് എന്നറിയപ്പെടുന്ന ചെടിയും, പിന്നെ സിങ്കോണിയം, അതേപോലെ പീസ് ലില്ലിയും. അത്രയും ചെടികളാണ് കേട്ടോ ഇവിടെയുള്ളത്. ഈ ഒരു പ്ലാന്റ് അറിയപ്പെടുന്നത് റാഫിഡോഫോറ എന്ന പേരിലാണ് കേട്ടോ. പിന്നെ സിറ്റ് ഔട്ടിൻ്റെ ഏരിയയിൽ കുറച്ചധികം പ്ലാന്റ്സ് തന്നെ ഇതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്.
അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, പിന്നെ കമൻ്റ് അറിയിക്കുക. ഫ്രണ്ട്സ് റിലേറ്റീവ്സൊക്കെ ആയിട്ടൊന്ന് വീഡിയോ ഷെയർ ചെയ്യാം. ഇൻഷാ അല്ലാഹ് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നതുവരേക്കും ബൈ.